അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എനിക്കൊരു സംശയം. ഗർഭിണിയായ സ്ത്രീ മുദ്ദ് കൊടുക്കേണ്ട വിഷയം എങ്ങനെയാണ്? നല്ലൊരു ചോദ്യമാണ് മാഷാ അല്ലാഹ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. ഗർഭിണിയായ സ്ത്രീ മുദ്ദ് കൊടുക്കേണ്ടത്, ഗർഭിണിയായ സ്ത്രീയും മുലയൂട്ടുന്ന സ്ത്രീയും തൻ്റെ കുട്ടിയുടെ ജീവൻ ഭയന്നാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ആ സ്ത്രീ മുദ്ദ് കൊടുക്കുകയും വേണം, നോമ്പ് ഖളാ വീട്ടുകയും വേണം. എന്നാൽ ഗർഭിണിയായ സ്ത്രീയും മുലയൂട്ടുന്ന സ്ത്രീയും സ്വശരീരത്തെ ഭയന്നിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടേണ്ടതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഗർഭിണിയായ സഹോദരിമാരെ സംബന്ധിച്ച് അവരെപ്പോഴാണ് മുദ്ദ് കൊടുക്കേണ്ടത്? ഗർഭിണിയായ സഹോദരിമാരും മുലയൂട്ടുന്ന സഹോദരിമാരും കുട്ടിയുടെ ജീവൻ ഭയന്നാണ് അവർ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ നിർബന്ധമായും അവർ മുദ്ദ് കൊടുക്കുകയും അവർ അത് ഖളാ വീട്ടുകയും ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർമാരോട് ചോദിച്ച് ഞാൻ നോമ്പ് പിടിച്ചാൽ കുട്ടിക്കാണോ ബുദ്ധിമുട്ട്, എനിക്കാണോ ബുദ്ധിമുട്ടെന്ന് വ്യക്തമായിട്ട് ചോദിക്കുക, ഇതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി ഗർഭിണിയായ സഹോദരിമാരും മുലയൂട്ടുന്ന സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ സ്വശരീരത്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് പ്രയാസം ഉണ്ടാവുന്നതെങ്കിൽ ഒരു കാരണവശാൽ നമ്മൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല. അവിടെ നമ്മൾ ഖളാ വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ്. പല ആൾക്കും പല സംശയങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് അത് പ്രവർത്തിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഗർഭിണിയായ സഹോദരിമാർക്കും മുലയൂട്ടുന്ന സഹോദരിമാർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ് നൽകി നമ്മുടെ മക്കൾക്കും ആരോഗ്യവും ആഫിയത്തും നൽകി എല്ലാ ഖൈറും ബറക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.